ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ലിവിങ് ടുഗെദർ പോലുള്ള ഇത് കൂടിക്കൂടി വരികയാണ്. ലിവിങ് ടുഗെദറിന് ശേഷം ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം മാതാപിതാക്കൾ ഇടപെട്ടതിന് ശേഷം അവരെ പള്ളിയിൽ നിന്ന് നമ്മൾ കെട്ടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മുടെ വിവാഹം എന്ന കൂദാശയുടെ പവിത്രീകൃത നഷ്ടപ്പെടുത്തുകയും അതോടൊപ്പം പ്രത്യക്ഷമായി നമ്മൾ വ്യഭിചാരത്തെ എതിർക്കുകയും പരോക്ഷമായി നമ്മൾ വ്യഭിചാരത്തിന് അനുമതി നൽകുന്ന പോലെയല്ലേ? ഇങ്ങനെ കൂടിത്താമസത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും കൗദാശിക വിവാഹത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്ത ചെറുപ്പക്കാര് പിന്നീട് മാതാപിതാക്കളൊക്കെ ഇടപെട്ട് അവരുടെ വിവാഹം പള്ളിയിൽ വെച്ച് കൗദാശികമായി നടത്തുന്ന ഒരു സാഹചര്യം വരുന്നു. ആ സാഹചര്യം വരുമ്പോൾ നമ്മൾ വ്യഭിചാരം എന്ന തിന്മയെ പരോക്ഷമായെങ്കിലും ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആ അവസാനത്തെ പോയിന്റിൽ മാത്രമേ നമ്മൾ വിയോജിക്കുന്നുള്ളൂ. അവർ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ്. പക്ഷേ അവരുടെ വിവാഹം ആശീർവദിക്കുന്നതിലൂടെ സഭ വ്യഭിചാരത്തെ ന്യായീകരിക്കുകയല്ല, അവർ ആ ഒരു വ്യഭിചാരാവസ്ഥയിൽ തുടരാതിരിക്കാൻ അവരെ വിവാഹമെന്ന കൂദാശയുടെ വിശുദ്ധ മണ്ഡലത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മെൽവിൻ ചോദിച്ചതുപോലെ അത്തരം സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. യുവജനങ്ങളാണ് ഈ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ടത്. വിവാഹത്തിൻ്റെ സംശുദ്ധി, നമ്മുടെ ശരീരം പരിശുദ്ധമായി സൂക്ഷിക്കുകയും പരിശുദ്ധമായ മനസ്സോടെ നിർമ്മലമായ ശരീരത്തോടെ വിവാഹവേദിയിൽ അണയുക എന്ന് പറയുന്നത് ഓരോ യുവാവിൻ്റെയും യുവതിയുടെയും ഉത്തരവാദിത്വമാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളും കുറവുകളും പറ്റിപ്പോയി എങ്കിൽ ആ വ്യക്തികളെ എന്നേക്കുമായി കൈവിടണം എന്ന് സഭ ഒരിക്കലും ചിന്തിക്കുന്നില്ല. മറിച്ച് അവരവരുടെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാകുമ്പോൾ സ്നേഹമയ്യായ ഒരു അമ്മയെപ്പോലെ സഭ അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. അഥവാ ഇപ്രകാരം കൂടി താമസിക്കുന്ന വ്യക്തികളെ അജപാലകരായ വൈദികര് അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കൗൺസിലേഴ്സ് അവരൊക്കെയും അവരെ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും അവർ കൂദാശ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ സഭ അവരോട് തങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് അവരിൽ നിന്ന് രേഖാമൂലം എഴുതി മേടിക്കും. അതുപോലെ തന്നെ ആ തെറ്റിൽ നിന്ന് പരിഹാരം എന്ന നിലയിൽ എന്തെങ്കിലും പ്രാശ്ചിത്ത പ്രവർത്തികളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. പ്രാശ്ചിത്തം എന്ന് പറഞ്ഞാൽ 100 തവണ ഏത്തുവിടുന്ന അങ്ങനത്തെ പണികളൊന്നുമല്ല. ചിലപ്പോൾ ഒരാഴ്ച പോയി ഒരു ധ്യാനം കൂടാൻ പറയും. തങ്ങളുടെ തെറ്റിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാകാൻ വേണ്ടി അവരോട് അപ്രകാരം ആവശ്യപ്പെട്ടെന്നിരിക്കും. ഇത് അങ്ങനെ ചെയ്യുന്ന പ്രവർത്തികളെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല, ആ തെറ്റിൻ്റെ അവസ്ഥയെ അവസാനിപ്പിച്ച് സഭാമാതാവ് ആഗ്രഹിക്കുന്ന പരിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയുള്ളൊരു വഴി അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ്. ഇത് 2 കത്തോലിക്ക വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം മാത്രമേ ഇപ്രകാരം സഭയ്ക്ക് എളുപ്പത്തിൽ റെക്ടിഫൈ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തപ്പോൾ അത് വളരെ സങ്കീർണമായ പ്രക്രിയകളിലൂടെ മാത്രമേ അത്തരം ബന്ധങ്ങളെ നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് വിവാഹം ഒരു കൂദാശയാണ്. കൂദാശ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് കൂദാശ, അല്ലേ? പരിശുദ്ധ കുർബാന ഒരു കൂദാശയാണ്. കാരണം എന്താ? വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈശോ ഇറങ്ങി വന്ന് ആ അപ്പത്തെയും വീഞ്ഞിനെയും തൻ്റെ ശരീര രക്തങ്ങളാക്കി മാറ്റുന്നു. അങ്ങനെയാണ് അത് കൂദാശയാണ്. വിവാഹം കൂദാശയാണ്. കാരണം എന്താണ്? ഈ വിവാഹ സമ്മതം നടത്തുന്ന വരനിലും വധുവിലും ഈശോ കടന്നു വന്ന് അവരെ ഒരിക്കലും പിരിയാത്ത ബന്ധത്താൽ ഒന്നിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ് വിവാഹമെന്ന കൂദാശ. അത് യോഗ്യതയോടെ സ്വീകരിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സും ശരീരവും സംശുദ്ധമായി നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് എല്ലാ യുവജനങ്ങളും തിരിച്ചറിയേണ്ടതാണ്. പലപ്പോഴും ഈ വിവാഹ പൂർവ ലൈംഗികത എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുൻപേ ഉള്ള ലൈംഗിക ബന്ധങ്ങൾ
ദമ്പതികൾ തമ്മിൽ പിന്നീട് സംശയരോഗങ്ങൾക്കും കലഹത്തിനും അതുപോലെ തന്നെ പരസ്പര വഞ്ചിക്കുന്നതിനും ഒക്കെയും ഇടവരുത്തുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പരിപൂർണമായ വിശ്വസ്തയോടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിക്കുന്നവരുടെ കുടുംബജീവിതങ്ങൾ ഭദ്രമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുവെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് യുവജനങ്ങൾ ഈ ഒരു പ്രീ മാരിറ്റൽ സെക്സ് അഥവാ വിവാഹപൂർവ ലൈംഗികത എന്നുള്ള വിഷയത്തെ ഗൗരവമായി എടുക്കുകയും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന്, അവസ്ഥകളിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ ശരീരത്തെ വിവാഹത്തിന് വേണ്ടി പരിശുദ്ധമായി പരിരക്ഷിക്കാൻ ശ്രദ്ധ വയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് എല്ലാവരും ഓർക്കണം.